അല്പനിമിഷങ്ങൾ ചിന്തിക്കാം. ദാവീദ് ഏറ്റുപറഞ്ഞ പാപം ദൈവം ക്ഷമിച്ചു. വീട് വിട്ട് പോയി പന്നിക്കൂട്ടിൽ നിന്ന് മടങ്ങി വന്ന മകൻ ഏറ്റുപറഞ്ഞ പാപം ദൈവം ക്ഷമിച്ചു. എന്നാൽ ദൈവം ക്ഷമിക്കപ്പെടാത്ത ചില പ്രിയപ്പെട്ടവരുടെ പാപങ്ങളുണ്ട്. നമ്മൾ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. നിങ്ങൾ ഈ വചനം പറയുന്ന സമയത്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാതെയും മറ്റു കാര്യങ്ങൾ ഇടപെടാതെയും ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഇരിക്കാൻ ഓർപ്പിക്കുന്നു. അത്യാവശ്യമായിട്ട് വർത്താനം പറയാൻ മുട്ടി നിൽക്കുന്നവർ താഴെ പോയി വർത്താനം പറഞ്ഞ് തിരിച്ചു വരണം. ഇവിടെ അല്പസമയം ദൈവവചനം ധ്യാനിക്കാൻ പോവുകയാണ്. ദൈവത്തോളം പ്രാധാന്യമുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിന്. അതിന് മുമ്പിൽ അലസരായിട്ടിരിക്കാതെ ദൈവവചനം ശ്രദ്ധിക്കാൻ എല്ലാവരെയും ഓർപ്പിക്കുന്നു. വായിക്കാം. ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. കൊട്ടാരത്തിനകത്തെ ഒരു നിലവിളിയാണ്. പാപം ഏറ്റു പറഞ്ഞത് ദൈവത്തോടല്ല, മോശയെയും അഹരോനെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം പാപം ചെയ്തു. 1 ശമൂവേലിൻ്റെ പുസ്തകം 26-ാം അധ്യായം 21-ാമത്തെ വാക്യം. 1 ശമൂവേലിൻ്റെ പുസ്തകം 26-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ മകനെ ദാവീദേ മടങ്ങി വരിക. മതി. മത്തായി 27-ന്റെ 4-ാമത്തെ വാക്യം. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തുവെന്ന് പറഞ്ഞു. 3 വ്യക്തികളുടെ പാപത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് ഇവിടെ വായിച്ചത്. ഒന്ന്, കൊട്ടാരത്തിനകത്തുള്ളൊരു നിലവിളി, ഞാൻ പാപം ചെയ്തു. അത് ഫറവോൻ്റെ നിലവിളിയാണ്. 2, മരുഭൂമിയിലെ ഒരു നിലവിളിയാണ്. അത് ശൗലിൻ്റെ നിലവിളിയാണ്. ഞാൻ പാപം ചെയ്തു. 3, ദേവാലയത്തിലെ നിലവിളിയാണ്. മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ഇസ്കരിയോത്ത യൂദ വന്നിട്ട് മേടിച്ച 30 വെള്ളിക്കാശ് ആ ആലയത്തിൽ എറിഞ്ഞിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പാപം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഫറവോൻ്റെ പാപം? ഒത്തിരിയുണ്ട്. 2 എണ്ണം ചിന്തിക്കാൻ സമയമുണ്ടെങ്കിൽ ചിന്തിക്കാം, വാക്യങ്ങൾ സഹിതം. 1, ദൈവജനത്തെ ആരാധിക്കാൻ വിട്ടില്ല. ഫറവോൻ്റെ 1-ാമത്തെ തെറ്റ് എന്താണ്? എല്ലാവരും പറഞ്ഞേ. ദൈവജനത്തെ ആരാധിക്കാൻ വിട്ടില്ല. 2, അവൻ്റെ ഹൃദയം കഠിനമായി. പ്രൈസ് ദി ലോർഡ്. ദൂത് കേൾക്കും തോറും, ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും തോറും ഫറവോൻ്റെ ഹൃദയം പിന്നെയും പിന്നെയും 2 മഹാപാപങ്ങൾ അവൻ ദൈവത്തോട് ചെയ്തു. 1, ആരാധിക്കേണ്ട ജനത്തെ ആരാധിക്കാൻ വിട്ടില്ല. 2, ഹൃദയം കഠിനമാക്കി. എന്താണ് ശൗലിൻ്റെ പാപങ്ങൾ? ഒത്തിരി പറയാനുണ്ടെങ്കിലും 2 എണ്ണം പറയാം. 1, ദൈവത്തിൻ്റെ കൽപ്പന അവൻ അനുസരിച്ചില്ല. എന്താണ്? 2, ദൈവത്തോട് ആലോചന ചോദിക്കാതെ വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിച്ചു. ശൗലിൻ്റെ ക്ഷമിക്കപ്പെടാത്ത 2 പാപങ്ങൾ. 1, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചില്ല. 2, ദൈവത്തോട് ആലോചന ചോദിക്കാതെ വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിച്ചു. യൂദയുടെ പാപം ഒത്തിരി ഉണ്ടെങ്കിലും 2 എണ്ണം പറയാം. 1, അവൻ ദ്രവ്യാഗ്രഹിയായിരുന്നു. എന്താണ്? 2, 8 അവസരങ്ങൾ അവന് മാനസാന്തരപ്പെടാൻ കൊടുത്തു. 1ഉം 2ഉമല്ല, 8 അവസരങ്ങൾ അവന് മാനസാന്തരപ്പെടാൻ ദൈവം കൊടുത്തു. യേശു തന്നെ ഡയറക്റ്റ് ഇടപെട്ട 8 അവസരങ്ങൾ. പക്ഷേ അവന് മാനസാന്തരത്തിന് അവസരം കിട്ടിയിട്ടും മാനസാന്തരപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ 3 പേർക്കും പാപമോചനം ലഭിച്ചില്ല. എന്ന് മാത്രമല്ല, ഫറവോൻ ചെങ്കടലിൽ മുങ്ങിച്ചത്ത് കരയ്ക്ക് ശവമടിഞ്ഞു. 2,
ഗിൽബോവ പർവ്വതത്തിൽ ഏത് കുന്തം കൊണ്ട് അഭിഷക്തനെ കുത്താൻ പുറകെ നടന്നു, അതേ കുന്തത്തേൽ അവൻ വീണ് എല്ലാവരേക്കാൾ തോളിന് പൊക്കമുണ്ടായിരുന്ന കഴുത്ത് വെട്ടിക്കളഞ്ഞു. പൊക്കമുണ്ടായിരുന്ന കഴുത്തും തലയും വെട്ടിക്കളഞ്ഞു. എൻ്റെ കൂടെ വരണം എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. പാപം ഏറ്റു പറയേണ്ടിടത്ത് ഏറ്റു പറയാതെ മുൻപോട്ട് പോയ ഫറവോൻ ചെങ്കടലിൽ ചത്ത് കരയ്ക്കടിഞ്ഞു. പാപം ഏറ്റു പറയേണ്ടിടത്ത് പറയാതെ വെളിച്ചപ്പാടത്തിന് പുറകെ പോയ ശൗൽ ഗിൽബോവ പർവ്വതത്തിൽ അഭിഷക്തനായ ദാവീദിനെ കുത്താൻ ഉപയോഗിച്ച കുന്തത്തേൽ അവൻ തന്നെ വീണ് അവൻ്റെ വാളുകൊണ്ട് അമാലിയക്കർ എല്ലാവരെ കാട്ടി തോളിന് പൊക്കം മേളിലുള്ള കഴുത്ത് വെട്ടിമാറ്റി. 3, 8 അവസരങ്ങൾ മാനസാന്തരപ്പെടാൻ കൊടുത്തിട്ടും മാനസാന്തരപ്പെടാതെ പുരോഹിതന്മാരോട് പാപമേറ്റു പറഞ്ഞ യൂദ കയറ് മേടിച്ചു, കെട്ടിയാന്നു. എത്രയോ പേര് കെട്ടിയാന്നേക്കുന്നു. അഹീത്തോബേൽ ഉൾപ്പെടെ, അബ്ശാലോം ഉൾപ്പെടെ, പ്രൈസ് ദി ലോർഡ്, എത്രയോ പേര് കെട്ടിയാന്നു. പക്ഷെ ഇവൻ കെട്ടിയ കയറ് പൊട്ടി. ഇവൻ താഴെയുള്ള കല്ലിൽ വീണു, കൊടല് തുറിച്ചു, ദാരുണമായി മരിച്ചു. ദൈവത്തോട് ഏറ്റുപറയേണ്ട പാപം ദൈവത്തോട് ഏറ്റുപറയാഞ്ഞത് കൊണ്ട് ഫറവോൻ തകർന്നു, ശൗൽ തകർന്നു, യൂദ തകർന്നു. പക്ഷെ ഇവിടെ ദാവീദ് ഏറ്റുപറഞ്ഞത് ദൈവത്തോടാ. കർത്താവേ, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവാത്മാവിന് ഇടപെടാനുണ്ട്, പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുണ്ട്. ഒത്തിരി പ്രാർത്ഥിച്ചുള്ള ദൂതുകളാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളിത് എങ്ങനെ ഏറ്റെടുത്താലും എനിക്ക് കുഴപ്പമില്ല. എന്നെ നേരിട്ട് വന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആലയത്തിൽ തല്ലിയിട്ടുണ്ട്, ലൈവിൽ കാണുകയാണല്ലോ. ഇവിടെ വന്ന് എൻ്റെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നെ പരസ്യമായി കള്ളാന്ന് വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ ശുശ്രൂഷയെ ബാധിക്കത്തില്ല. എൻ്റെ ശുശ്രൂഷയുടെ മാറ്റ് കൂടുന്നതല്ലാതെ എൻ്റെ ശുശ്രൂഷയുടെ മാറ്റ് കുറയത്തില്ല. ഇന്ന് പകലും ദൂത് പറയുന്നത് നിന്റെ അനുഗ്രഹത്തിനാ, നിന്റെ കുടുംബത്തിൻ്റെ വിടുതലിനാ. ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ട്, ദൂത് പരമാർത്ഥത പറയുന്നത് കൊണ്ട് എതിരുകൾ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും ഒരു അഭിഷക്തൻ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മോനെ, പ്രയാസമുള്ളതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോരെ, ഞാൻ പരിഹരിക്കാമെന്ന്. പ്രയാസമുള്ളതെല്ലാം പരിഹരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. നിനക്ക് ഭാരം വരുന്ന വിഷയങ്ങളെ ഏൽപ്പിക്കാൻ വിളിച്ചൊരു ദൈവം നിനക്കുണ്ട്. എന്തിനാണ് ദൈവം മോശയെ ഫറവോന്റെ അടുക്കൽ അയച്ചത്? പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 10-ഉം 11-ഉം വാക്യം. മോശയ്ക്ക് ഒറ്റ ദൂതേ ഉള്ളൂ, ദൈവത്തിന് ഒറ്റ ദൂതേ ഉള്ളൂ, ജനത്തെ വിട്ടയക്കണം. ഇന്ന് പകലും ആരാധിക്കാൻ കഴിയാതെ തടഞ്ഞിരിക്കുന്ന മണ്ഡലം ഏതോ, അതിൽ നിന്ന് ജനത്തെ വിട്ടയക്കണം. നിന്നെയും എന്നെയും വിളിച്ചത് ആലയത്തിൽ വന്ന് മയിൽക്കുറ്റി പോലെ ഇരിക്കാനല്ല, ആരാധിക്കാനാ. ആരാധിക്കാൻ കഴിയാതെ നിന്നെ ഒതുക്കി വെച്ച മണ്ഡലം ഏതായാലും ദൈവത്തിനൊറ്റ ദൂതയുള്ളൂ, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക. ഓ ഹല്ലേലൂയ. എന്നിട്ട് വായിച്ചേ. മതി, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. എന്തിനാണ് വിട്ടയക്കാൻ പറഞ്ഞത്? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യം. എന്തിനാണ് വിട്ടയക്കാൻ പറഞ്ഞത്? 3-7. മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമിൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, എന്തിനാണ് ദൈവം ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞത്? പാലും തേനും ഒഴുകുന്ന
ഒരു നല്ല ദേശത്ത് കൊണ്ടാക്കാൻ, ഒരു കനാനി കൊണ്ടയാക്കാൻ. ഇന്ന് പകൽക്കാലം നമ്മെ വിളിച്ചേക്കുന്നതും ചാകുന്നിടം വരെ കൊട്ടിപ്പാടിപ്പാനല്ല, ഒരു ദേശം നമുക്കായിട്ട് ഒരുക്കുന്നുണ്ട്. ആ ദേശത്ത് കൊണ്ടയാക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മനോഹരമായ ഒരു ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം. ഹല്ലേലൂയ. ഇപ്പോൾ ജാതീയ ശക്തികൾ പിടിച്ചു വച്ചേക്കുന്ന ദേശം ദൈവം ഇസ്രായേലിന് കൊടുക്കാൻ പോകുന്നു. അതുകൊണ്ട് ജനത്തെ എന്ത് ചെയ്യണം? വിട്ടയക്കണം. ഒന്നാമത്തെ കാര്യം കനാനി കൊണ്ട് എത്തിക്കുക. ഒരു 5 കാര്യം പറയാനേ സമയമുള്ളൂ. ഒന്ന്, കനാനി കൊണ്ടയാക്കാൻ. എന്തിനാ പിടിപ്പിക്കുന്നേ? എല്ലാവരും പറഞ്ഞേ, ഈ മെസ്സേജ് നിങ്ങൾ മറക്കല്ലേ. എന്തിനാ പിടിപ്പിക്കുന്നേ? കനാനി കൊണ്ടയാക്കാൻ. 2, പുറപ്പാട് 7:16. ആ 8:1. ആ ആ 8:20. ആ പുറപ്പാട് 9:1. ആ 9:13. ആ ഈ 5 ദൈവം പറഞ്ഞ ഒറ്റ കാര്യം, എന്നെ ആരാധിപ്പാൻ. 1, കനാനി കൊണ്ടെത്തിക്കാൻ. 2, ദൈവത്തെ ആരാധിക്കാൻ. ഇത്രയും പ്രാവശ്യവും അവൻ്റെ ഹൃദയം കഠിനമായപ്പം ദൈവത്തിൻ്റെ സ്വരം മാറാൻ പോവാ. ആവർത്തിച്ച് 5 പ്രാവശ്യം ആരാധിക്കാൻ വിട്ടയക്കാഞ്ഞപ്പോൾ 6ാമത്തെ പ്രാവശ്യം ദൈവത്തിൻ്റെ ട്യൂണ് മാറി. എന്നും ഒരു ട്യൂണായിരിക്കുമെന്ന് ആരും ഓർക്കരുത്. സദാകാലവും ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ അങ്ങ് വാദിച്ചുകൊണ്ടിരിക്കുമെന്ന് ഓർക്കരുത്. ദൈവം തൻ്റെ സ്വരം ഘടിപ്പിക്കും, ദൈവം തൻ്റെ ട്യൂണ് മാറ്റും. നിങ്ങൾ അതിൻ്റെ 10:3 വായിച്ചേ. ആ ആ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം മനസ്സില്ലാതിരിക്കും? എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഒരു സ്തോത്രം പറയണം. ആരാധിക്കാൻ 5 പ്രാവശ്യം ജനത്തെ വിട്ടയക്കാൻ മോശയെ കൊണ്ട് പറയിപ്പിച്ചിട്ട് വിട്ടയക്കാത്ത ഫറവോനോട് പറഞ്ഞു, നാളെ എൻ്റെ പണി തുടങ്ങുകയാ. നിന്റെ ഹൃദയം കഠിനമാണെങ്കിൽ ഞാനിങ്ങനെ ശാന്തമായി ജനത്തിൻ്റെ കഷ്ടത കണ്ടുകൊണ്ട് നിൽക്കുമെന്ന് ഓർക്കരുത്. ഞാൻ പ്രോഗ്രാം ആരംഭിക്കുക. നല്ല സ്തോത്രം പറയണം. എന്നും ദൈവം കണ്ടുകൊണ്ടിരിക്കത്തില്ല. ദൈവം ചില മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുമെന്ന് ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർ ഭയത്തോടെ ദൈവത്തെ ആരാധിക്കും. നീ ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കാൻ മനസ്സില്ലെങ്കിൽ, ഓ ഹല്ലേലൂയ. അപ്പോ 1, ജനത്തെ വിട്ടയക്കണം. എന്തിന്? കനാനി കൊണ്ടയാക്കാൻ. 2, ദൈവത്തെ ആരാധിപ്പാൻ. 3, എന്തിനാണ് ദൈവം ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞത്? മരുഭൂമിയിൽ ഉത്സവം ആചരിക്കാൻ. എന്തിനാ? എല്ലാവരും പറഞ്ഞേ. ഉത്സവം. 7 ഉത്സവങ്ങൾ കൊടുത്തു. പെസഹ പെരുന്നാള്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, ആദിപലക്കറ്റയുടെ പെരുന്നാള്, പെന്തക്കോസ് പെരുന്നാള്, കാഹളധ്വനി പെരുന്നാള്, മഹാപാപ പരിഹാര പെരുന്നാള്, കൂടാര പെരുന്നാള്. 7 പെരുന്നാളുകൾ. സ്വത്രം പറഞ്ഞേ. ദൈവം വിളിച്ച് മിസ്രൈമിന് പുറപ്പെടുവിച്ചത് മരുഭൂമിയിൽ പോയി മന്നേം തിന്ന് കാടേം തിന്ന് വെള്ളവും കുടിച്ച് ഉറങ്ങാനല്ല. 7 ഉത്സവങ്ങൾ. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷത്തോടെ. ഞാൻ ആ വാക്യം ആവർത്തിച്ചു പറയുന്നു. ആരാധനയിൽ വന്നിരിക്കുന്നത് ചത്തു തൂങ്ങി കെട്ടിരിക്കാനല്ല, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷത്തോടെ. ദൈവത്തെ സന്തോഷമുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ച് നിനക്ക് ദൈവം തന്നിരിക്കുന്ന വിടുതലുകൾ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിൽ
കർത്താവിൽ സന്തോഷമുള്ളവനെ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷത്തോടെ ആരാധിക്കാൻ കഴിയത്തു. എത്ര പെരുന്നാളാ, ഏതൊക്കെയാ? പെസക, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ആദിപലക്കറ്റയുടെ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, കാഹളധ്വനി പെരുന്നാൾ, മഹാപാപ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. 7 പെരുന്നാളുകൾ. എന്തിനാണെന്നറിയാമോ? മഞ്ഞ തിന്ന്, കാട തിന്ന്, വെള്ളം കുടിച്ച്, മേഘസ്തംഭത്തിന്റെ കീഴെ നടന്ന്, ചെരുപ്പ് പഴകാതെ, വസ്ത്രം പഴകാതെ, നന്മ തന്ന ദൈവത്തിന്റെ മുമ്പിൽ നീ ഉത്സവം ആചരിക്കണം. ഞായറാഴ്ച കൂടി വന്നത് നിരാശപ്പെട്ടിരിക്കാനല്ല, ഭാരപ്പെട്ടിരിക്കാനല്ല, ഉത്സവം ആചരിക്കാനാ. ഇന്ന് പകൽക്കാലം രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ഏറ്റെടുക്കുന്നവൻ മൗനമായിരിക്കരുത്. രാജാദി രാജാവും കർത്താദി കർത്താവും ദൈവാദി ദൈവവുമായ യേശു ഈ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ നീ മൗനമായിരിക്കാതെ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷത്തോടെ. എന്താ പുതിയ നിയമസഭയുടെ സന്തോഷം? റോമാലേഖനം 8:14 അധ്യായം 17 വാക്യം. നമ്മളെ കർത്താവ് രക്ഷിച്ച് രക്തത്താൽ കഴുകി വീണ്ടെടുത്തുകൊണ്ട് ദൈവത്തിന്റെ പുത്രന്റെ രാജ്യത്തിലാക്കിയേക്കുക. നിങ്ങൾ ഇരിക്കുന്ന ചെല്ലക്കാട് ഹോളിനകത്തല്ല, ദൈവത്തിന്റെ പുത്രന്റെ രാജ്യത്തിലാണ്. എന്താ ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത? ഒന്നുകൂടെ വായിക്കുന്നു. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതി. ആലയത്തിൽ വെളിപ്പെട്ട് നിൽക്കേണ്ട നീതിയാ. നീതിയില്ലാത്ത ഈ ലോകത്തിൽ, അനീതി പെരുകുന്ന ലോകത്തിൽ, നമ്മുടെ നീതി ശത്രു മറിച്ചു കളയുന്ന ലോകത്തിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവന്റെ മുമ്പിൽ നീതി വെളിപ്പെടും. സന്തോഷമുണ്ട്, സ്വത്രം പറയണം. ഇന്ന് പകൽ ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. നിന്റെ കൂടാരത്തിൽ ദൈവനീതി വെളിപ്പെടാൻ സമയമായി. നീ ആരാധിക്കുന്ന സഭയിൽ ദൈവനീതി വെളിപ്പെടാൻ സമയമായി. നീതിയോടെ വിരിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിച്ചാൽ നിനക്ക് വേണ്ടി നീതിയോടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു മഹാ ദൈവമുണ്ട്. നീതിയും ദൈവമക്കൾക്ക് സമാധാനം, നീതിയും സമാധാനവും അതുള്ളവർക്ക് സന്തോഷിക്കാനൊക്കത്തും. പരിശുദ്ധാത്മാവില്ലാത്തവൻ സ്തോത്രവും പറയത്തില്ല, കൈവടിക്കത്തില്ല, മിണ്ടത്തുമില്ല, അവൻ വന്നിങ്ങനെ ഇരുന്നേച്ച് പോകും. ഹലോ, പരിശുദ്ധാത്മാവുള്ളവന് സന്തോഷിക്കാതിരിക്കാനൊക്കത്തില്ല. എന്നിട്ട് അവരെ ആത്മാവിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? സഭ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത ആത്മാവിൽ സന്തോഷിക്കുക. ആത്മാവ് താനും ആത്മാവോട് സംസാരിച്ചിട്ട് ആത്മാവ് ദൈവത്തെ, ആത്മാവായ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച് സന്തോഷിക്കുകയാ. എത്ര പേരുടെ ഉള്ളത്തിരുന്ന് പകൽക്കാലം ആത്മാവിന്റെ നിയോഗമുണ്ടെന്ന് ആരാധിക്കാൻ. ജഡം പറയും മിണ്ടണ്ട, ജഡം പറയും സ്തുതിക്കണ്ട, ജനം പറയും കൈയടിക്കണ്ട, ജനം പറയും ആരാധിക്കണ്ട. ജഡം നിന്നെ എല്ലാത്തിനും ഒതുക്കുമ്പോൾ ആത്മാവ് പറയും ആരാധിക്ക്. നിനക്കിന്ന് പകൽക്കാലം ആരാധനയിൽ വിടുതലുണ്ട്. ആത്മാവ് നിയോഗിക്കുന്നവന് മാത്രമേ ആത്മാവിൽ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ 1 കനാനി കൊണ്ട് എത്തിക്കാൻ മറക്കല്ലേ. എന്തിനാ വിളിച്ചേ? 2 ദൈവത്തെ ആരാധിക്കാൻ. എന്തിനാ വിളിച്ചേ? 3 ദൈവത്തിന് ഉത്സവം ആചരിക്കാൻ. എന്തിനാ വിളിച്ചേ? 4 പുറപ്പാട് 5:3. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? മരുഭൂമിയിൽ യാഗം കഴിപ്പാൻ. ഹല്ലേലൂയ പറയണം. എല്ലാരും പറഞ്ഞില്ല. എന്തിനാ വിളിച്ചത്? കനാനി കൊണ്ട് എത്തിക്കാൻ. എന്തിനാ വിളിച്ചത്? ആരാധിക്കാൻ. എന്തിനാ വിളിച്ചത്? ഉത്സവം ആചരിക്കാൻ. എന്തിനാ വിളിച്ചത്? മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി ദൂരം പോയി. 1-ാമത്തെ ദിവസം രക്ഷിക്കപ്പെടുക, 2-ാമത്തെ ദിവസം സ്നാനപ്പെടുക, 3-ാമത്തെ ദിവസം ആത്മാഭിഷേകം പ്രാപിക്കുക. 3 ദിവസത്തെ വഴി ദൂരം നീ പോകണം. നിന്നെ ബന്ധിച്ച പറവോന്റെ അടിമത്തത്തിന്റെ കെട്ടിൽ നിന്ന് നീ വിടുതൽ പ്രാപിച്ചാൽ രക്തത്തളി ആചരിച്ച് ചെങ്കടലിൽ കൂടെ കയറി മരുഭൂമിയിൽ ചെന്ന് ദൈവത്തിന് ഊനമില്ലാത്ത യാഗം കഴിക്കാൻ ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. ദൈവം സഭയെ വിളിച്ചത് യാഗം കഴിക്കാനാ. ഹല്ലേലൂയ. അതിപ്രധാനപ്പെട്ട 5 യാഗങ്ങൾ
ദൈവം ജനത്തിന് കൊടുത്തു. ഒന്ന്, അതെല്ലാം ദഹനയാഗങ്ങളാണ്. ഈ 5 യാഗങ്ങളിൽ 1 ഹോമയാഗം, 2 ഭോജനയാഗം, 3 സമാധാനയാഗം, 4 പാപയാഗം, 5 അകൃത്യയാഗം. ഒന്നുകൂടെ പറയുന്നു, ആർക്ക് പറയാം? 5 യാഗങ്ങൾ, 7 ഉത്സവങ്ങൾ, 5 യാഗങ്ങൾ. ഒന്നാമത്തെ യാഗം ഹോമയാഗം, രണ്ടാമത്തെ യാഗം ഭോജനയാഗം, മൂന്നാമത്തെ യാഗം സമാധാനയാഗം, നാലാമത്തെ യാഗം പാപയാഗം, 5-ാമത്തെ യാഗം അകൃത്യയാഗം. ഇത് 2ആയി തിരിച്ചേക്കുക. ആദ്യത്തെ 3 യാഗങ്ങൾ സൗരഭ്യവാസനയുള്ള യാഗമാണ്. ഏതൊക്കെ? ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗവും യാഗത്തോട് ചേർന്ന് സൗരഭ്യമുള്ള കുന്തിരിക്കം കൂടെ പുകച്ച് അത് സൗരഭ്യമുള്ള യാഗമാണ്. എന്നാൽ രണ്ടാമത്തെ 2 യാഗങ്ങൾ, 1 പാപയാഗം, 2 അകൃത്യയാഗം. കാൽവറിയിൽ ഗതസമന മുതൽ ഗാഗുൽത്ത വരെ കർത്താവ് സഹിച്ച പാപയാഗവും അകൃത്യയാഗവും കുന്തിരിക്കം പുകയ്ക്കത്തില്ല. സൗരഭ്യമില്ലാത്ത പച്ചമാംസം വെന്ത് കരിയുന്ന ആ വലിയ യാഗം. ഇന്ന് പകൽക്കാലം നിന്നെ വിളിച്ചത് യാഗം കഴിക്കാനാ. യാഗം കഴിച്ചു നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് പകലത്തെ ആരാധനയിൽ യാഗം വെളിപ്പെടണം. ഹല്ലേലൂയ. എന്തിനാ ഇസ്രായേലിനെ വിടുവിച്ചേ? ഒന്ന് പറഞ്ഞേ. കനാനി കൊണ്ട് എത്തിക്കാൻ. നീ ഇന്ന് പകൽ ഇരിക്കുമ്പോൾ അത് കാണണം. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടങ്ങൾ അത്യന്തം അനവധിയായ നിത്യ തേജസ്സിന്റെ ഖനമാണെന്നറിഞ്ഞിട്ട് ലഭിക്കാൻ പോകുന്ന ആ തേജസ്സിനെ കണ്ടുകൊണ്ട് വേണം നീ ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കാൻ. നമ്മെ വിളിച്ചത് കൊട്ടിപ്പാടി ചത്ത നാട്ടുകാർ കൊണ്ടുപോയി അടക്കാനല്ല. നമുക്കൊരു കനാൻ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനവധി വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് ഒരുക്കാൻ പോകുകയാ. പ്രത്യാശ വർദ്ധിച്ച് ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. രക്തം ജയം. ഹല്ലേലൂയ. അപ്പൊ 1 കനാനി കൊണ്ടെത്തിക്കാൻ, 2 ആരാധിക്കാൻ. ആവർത്തിച്ച് ദൈവത്തിന് പറയാനുള്ള നീ ജനത്തോട് പറയണം. പറഞ്ഞുകൊണ്ട് പറയണം, എന്നെ ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കാൻ. ആരാധിക്കണ്ടായിരുന്നെങ്കിൽ നമുക്ക് നിന്നിടത്ത് നിന്നാൽ മതിയായിരുന്നു. അവിടെ കൈയടിപ്പിക്കത്തില്ല, ബഹളം വെപ്പിക്കത്തില്ല, സ്വോത്രം പറയിപ്പിക്കത്തില്ല. ചുമ്മാ കണ്ടോണം, നിന്നോണം, പൊക്കോണം, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ നിന്നെ വിളിച്ചത് ആരാധിക്കാനാ. വേർപെട്ട ദൈവസഭയുടെ പ്രത്യേകത കണ്ടോണ്ടിരിക്കാനല്ല, ആരാധിക്കാൻ വന്നതാണ്. ഇന്ന് പകൽക്കാലം ജനത്തെ വിളിച്ചതിൽ 1-ാമത്തെ കാര്യം കനാനിലെത്തിക്കാൻ, 2-ാമത്തെ കാര്യം ആരാധിക്കാൻ, 3-ാമത്തെ കാര്യം ഉത്സവങ്ങൾ ആചരിക്കാൻ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഉത്സവത്തിന്റെ സന്തോഷം എത്ര പേരെ ഉള്ളത്തിലുണ്ട്. ഹല്ലേലൂയ. പ്രതിസന്ധി വന്നാലും ഈ സന്തോഷം എടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദാവീദിനെ പറ്റിയൊരു ഗതികേട്. സന്തോഷം ആരാണ് എടുത്തോണ്ട് പോയി? എന്തോ എടുത്തോണ്ട് പോയി? കിരീടം തലയിലിരിപ്പുണ്ട്, സിംഹാസനം കീഴിലിരിപ്പുണ്ട്, ചെങ്കോല് കയ്യിലുണ്ട്, പെലിസ്ത്യന്റെ വാള് കയ്യിലുണ്ട്. ഒന്നിനും കുറവില്ല. ഭാര്യമാരുണ്ട്, പിള്ളേരുണ്ട്. പക്ഷെ എന്തോ പോയി? സന്തോഷം പോയപ്പോൾ പുള്ളി പറഞ്ഞ, കർത്താവേ എനിക്ക് മറ്റൊന്നും തിരിച്ചു തന്നില്ലെങ്കിലും ആ സന്തോഷം മടക്കി തരണം. ഇന്ന് രാവിലെ എത്ര പേര് പ്രാർത്ഥിക്കും, രക്ഷയുടെ സന്തോഷം എനിക്കൊന്ന് മടക്കി തരണമേ. ആരോടൊക്കെ ശക്തമായി ഇടപെടുകയാ. നിന്റെ കുടുംബത്തിൽ നിന്ന് കൃപയുടെ സന്തോഷം, രക്ഷയുടെ സന്തോഷം പിശാചെടുത്തു മാറ്റിയെങ്കിൽ, പാപം മൂലം നിന്റെ സന്തോഷം മാറിപ്പോയെങ്കിൽ ഇന്ന് രാവിലെ സന്തോഷത്തിലേക്ക് മടങ്ങി വരാൻ. ഹല്ലേലൂയ. ഉത്സവം ആചരിക്കാൻ, 4 യാഗം കഴിക്കാൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടർ. ഹല്ലേലൂയ പറഞ്ഞേ. യാഗത്തിന് പ്രത്യേകതയുണ്ട്. 1 വയസ്സുള്ള ആണായിരിക്കണം. ഊനമില്ലാത്തതായിരിക്കണം. മാറ്റിക്കെട്ടായിരിക്കണം. വേർതിരിച്ചതായിരിക്കണം. എല്ലാവരും ഉണ്ടോ? സാമ്പത്തികം കുറവുള്ളവന് പ്രാവിനെയും കൊണ്ട് വരാം. 4 ചക്രം കയ്യിലുള്ളവന് ആട്ടുകുട്ടിയെ കൊണ്ട് വരാം. ചൂടെ പൈസ ഉണ്ടെങ്കിൽ കോലാട്ടുകുട്ടനെ കൊണ്ട് വരാം. ചൂടൊക്കെ നല്ല കാശുണ്ടെങ്കിൽ പശുക്കിടാവിനെയോ കാളക്കിടാവിനെയോ കൊണ്ടുവരാം.
വഴിയെ കെട്ടിപ്പരിച്ചുകൊണ്ട് വരുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാകും ഏത് പാവമാണെന്നുള്ളതൊക്കെ. പ്രീസലോ കൊണ്ടുവന്നിട്ട് യാഗപീഠത്തിൻ്റെ കൊമ്പോട് ചേർത്ത് കെട്ടണം. എവിടാ? പരിയമ്പുറത്ത് വന്നിരുന്നിട്ട് പാനൊക്കത്തില്ല. ഇനി എല്ലാവരും വന്നവരെല്ലാം ഫ്രണ്ടിൽ വരണം. എവിടെ വരണം? പറ. യാഗപീഠത്തിനടുക്ക് വരണം. എവിടെയെങ്കിലും വന്ന് എവിടെയെങ്കിലും ചാരി ഇരുന്ന് കുറച്ചു നേരം വായിക്കോട്ടയം വിട്ട് പോകാനൊക്കത്തില്ല. വന്നവനെല്ലാം യാഗപീഠത്തിനടുക്ക് വരണം. വന്നിട്ട് ഈ കൊണ്ടുവന്ന യാഗവസ്തുവിനെ യാഗപ്പെടുന്ന കൊമ്പോട് ചേർത്ത് കെട്ടണം. ഇന്ന് പകൽക്കാലം ആരാധനയുടെ സൗഖ്യം നീ അറിയണം. ചേർത്ത് കെട്ടണം, ചേർത്ത് കെട്ടണം. സന്തോഷമുണ്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യാഗപീഠത്തിന്റെ കൊമ്പോട് ചേർത്ത് കെട്ടണം. എന്നിട്ട് ഈ വന്നവൻ ആ ആടിന്റെ തലയെ കൈവെക്കണം. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഇന്ന പാപങ്ങൾ ചെയ്തു, ഈ പാപമെല്ലാം ഉരിയാടപ്രാണിയായ ഇതിൻ്റെ മേലെ ചുമത്തുകയാണ്. ചുമത്തിക്കഴിയുമ്പോൾ പുരോഹിതൻ അവൻ്റെ മുമ്പിൽ വെച്ച് അവൻ്റെ കഴുത്തറക്കണ്ടിന് പകരം ഇതിൻ്റെ കഴുത്തറക്കും. അതിൻ്റെ തോലുരി പിണ്ടവും വഫയും വാലും ഒക്കെ ഉരിഞ്ഞു മാറ്റും. അത് പാളയത്തിന് പുറത്ത് കൊണ്ടുപോകും. എന്നിട്ട് അശുദ്ധിയുള്ളത് മാത്രം യാഗപീഠത്തെ കയറ്റും. മനസ്സിലാകുന്നുണ്ടോ? യാഗം കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നതുപോലല്ല, ഇങ്ങോട്ട് കയറെ പിടിച്ച് വലിച്ചുകൊണ്ടാണ് വന്നേ. പക്ഷെ അങ്ങോട്ട് പോകുന്നത് ഫ്രീ ആയിട്ട് പോവുകയാണ്. ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു വന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ പ്രാപിച്ചവന് മാത്രമേ സത്യാരാധനയിൽ കൃപ ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. എന്താ പുതിയ നിയമസഭയുടെ യാഗം? റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യം. സഹോദരന്മാരെ, വൈര് ഒന്നാമത് അർപ്പിക്കേണ്ടത് ശരീരയാഗം. കാളയും പശുവും കോലാട്ടുകൊറ്റനും അതൊക്കെ പഴയ നിയമത്തിൽ. പുതിയ നിയമസഭയ്ക്കകത്ത് ആരാധിക്കാൻ വരുന്നവൻ തൻ്റെ ശരീരത്തെ യാഗം കഴിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകരുത്. നന്മയും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നീ തിരിച്ചറിഞ്ഞിട്ട് മനസ്സ് പുതുക്കണം. ഇന്ന് രാവിലെ ആരാധനയ്ക്കിരിക്കുന്നവൻ്റെ മനസ്സ് പുതുക്കണം. പഴയ കോപവും ക്രോധവും ശാഠ്യവും ദ്വന്ദ്വസവും അസൂയയും ഭിന്നതയും വിടക്ക് കണ്ണും വ്യഭിചാരവും മദ്യപാനം എല്ലാം അകത്ത് വെച്ചുകൊണ്ടിരിക്കാതെ ഇന്ന് രാവിലെ ആ ശരീരം മുഴുവൻ ദൈവത്തിന് വിശുദ്ധമുള്ള യാഗമായി മാറണം. സന്തോഷമുള്ളവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ആരാധനയിൽ വെളിപ്പെടേണ്ടത് നിങ്ങളുടെ ശരീരങ്ങളെ. ഓ ഹല്ലേലൂയ. ഞാൻ വചനം മാത്രമാണ് പറയുന്നത്. എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്തേക്കല്ലേ. ഇറങ്ങിപ്പോകുമ്പോൾ കുസൃതി ഒന്നും കാണിച്ചു പോകല്ലേ. ഏറ്റെടുത്തോണം. പാപം വിട്ട് ശരീരയാഗം അർപ്പിക്കാൻ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവരിറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ദോഷം ചെയ്തേച്ചു. പണ്ട് വെള്ളം കൊടുക്കാൻ ഒരാൾ കിണറിനകത്ത് മലമൂത്ര വിസർജനം കൊണ്ട് ഇട്ടിട്ട് പോയെന്നാണ് പറയുന്നത്. അങ്ങനൊന്നും ചെയ്തേക്കല്ലേ. നിന്റെ ഗുണത്തിനാ. ശരീരത്തെ ദൈവത്തെ ആരാധിക്കുന്ന രക്തം കൊണ്ട് കഴുകിയ നിന്റെ ശരീരത്തെ, സഭയാകുന്ന ശരീരത്തെ, മണവാട്ടിയാകാൻ പോകുന്ന ശരീരത്തെ, കറ ചുളുക്കം വാട്ടം മാലിന്യമില്ലാത്ത നിർമ്മല കന്യകയെ ഏൽപ്പിക്കേണ്ട ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. എന്താ രണ്ടാമത്തെ യാഗം? കൊളമ്പും കൊമ്പുമുള്ള മൂരിയേക്കാൾ, കോലാട്ടുകൊറ്റന്മാരെക്കാൾ നിന്റെ സ്തോത്രം എന്ന യാഗം അതെപ്പോഴൊക്കെ അർപ്പിക്കണം. ഭാഷ പ്രസംഗിച്ച് സ്തോത്രം പറയുമ്പോഴല്ല, ഇടമിടാതെ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുകയാ. ചേർന്നൊരല്ലേലൂയ പറഞ്ഞേ പ്രിയരേ. നീ ആരാധനയ്ക്ക് വന്നെങ്കിൽ സ്തോത്രം എന്ന യാഗം അർപ്പിക്കണം. സമയം പോകുന്നല്ലോ. അഞ്ചാമത് എന്തിനാണ് ദൈവം ജനത്തെ വിടുവിച്ചത്? പുറപ്പാട് 4-ാം അധ്യായം 22-23 വാക്യം. എന്തിനാണ് ജനത്തെ വിട്ടയക്കുന്നത്? ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഞാൻ 5 കാര്യം പറയാമെന്ന് പറഞ്ഞ 5-ാമത്തെ കാര്യമാണ് ഇസ്രായേൽ എൻ്റെ ആദിജാതൻ, എൻ്റെ പുത്രൻ, എൻ്റെ ആദിജാതൻ തന്നെ
എന്തോ ചെയ്യാനാ? ശുശ്രൂഷ ചെയ്യാൻ. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും. ഒത്തിരി കാര്യം പറയാനുള്ള 5 കാര്യം പറഞ്ഞു. 1, വേഗം പറ. കനാനി കൊണ്ടുപോകാൻ. 2, ആരാധിക്കാൻ. 3, ഉത്സവം ആചരിക്കാൻ. 4, യാഗം കഴിക്കാൻ. 5, കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ. അന്ന് വരെ ഒരു ഗോത്രത്തിനെ അതിന് ഭാഗ്യമുള്ളൂ, ലേവി ഗോത്രം. അത് തമ്പുരാൻ തരപ്പെടുത്തി കൊടുത്തതാണ്. അവനെ ശുശ്രൂഷ ചെയ്യാൻ യോഗ്യതയില്ലാതെ അപ്പൻ അവന് 2 കൈയും തലയെ വെച്ച് പ്രാഗിയതാണ്. അവന്മാരുടെ യോഗത്തിന് പോലും ആരും പോകല്ലെന്ന് പറഞ്ഞതാണ്. അങ്ങനെ വിലക്കിയതാണ്. പക്ഷേ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവന്മാരെ തോളത്ത് വെച്ച് ആരാധിച്ചുകൊടുത്തപ്പോൾ മോശ പ്രമാണമായിട്ട് ഇറങ്ങി വന്നപ്പോൾ ആ മോശയ്ക്ക് ദേഷ്യം വന്ന് പ്രമാണം മേടിച്ച് എറിഞ്ഞുടച്ചു. കാളക്കുട്ടിയെ ഇങ്ങോട്ട് മേടിച്ചിട്ട് ഇടിച്ച് ഒടിച്ച് പൊടിച്ച് കലക്കി ഇവന്മാരെ കുടിപ്പിച്ചിട്ട് പറഞ്ഞു, യഹോവയുടെ പച്ചത്തോളം മാറി നിൽക്കാൻ പറഞ്ഞു. മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ രൂപൻ പതുക്കെ പുറകോട്ട് വലിഞ്ഞു. രൂപൻ മാറിയ പുറകെ യഹൂദ മാറി. യഹൂദ മാറിയ പുറകെ ശിമിയോൻ മാറി. ശീമോൻ മാറിയ പുറകെ ഗാദ് മാറി. നഫ്താലി മാറി. ഇങ്ങനെ എല്ലാ ഗോത്രങ്ങളും മാറി. ഒരല്ലേ പറഞ്ഞേ? എല്ലാവരും മാറിയപ്പോൾ പണ്ടേ മാറ്റി നിർത്തിയൊരു പുള്ളിയുണ്ട്, ശാപം കെട്ടി മാറ്റിയേക്കുക. അവൻ അവസരം നോക്കി നിന്നപ്പോൾ ചാടി ഒരു കയറ്റം കയറി. എല്ലാവരും മാറി, അവൻ കയറി. ഒരു സ്വന്തം പറഞ്ഞേ, ഇന്ന് പകൽ അവസരം കിട്ടിയാൽ നീ കയറിക്കോണം. ആരാധിക്കാൻ, ദൈവത്തെ ശുശ്രൂഷിപ്പാൻ അവസരം കിട്ടിയാൽ മാറി നിൽക്കുന്ന ഇടിച്ച് കയറിക്കോണം. ലേവി അങ്ങോട്ട് കയറി. ഒരല്ലേ പറയണം, ഇന്ന് പകൽ ചിലതിനെ തകർന്നു പോയതിനെ അകറ്റി നിർത്തിയതിനെ ദൈവം ചേർത്തു നിർത്തി അഭിഷേകം ചെയ്യുന്ന പകല. രക്തത്താല് ജയം. അപ്പന്റെ ശാപമേറ്റുവാങ്ങിയ ലേവി ഈ 11 ഗോത്രം പുറകോട്ട് മാറിയപ്പോൾ മുന്നോട്ട് കയറി. മുന്നോട്ട് കയറി നിന്നപ്പോൾ മോശ പറഞ്ഞു, അപ്പനെ അമ്മയെ നോക്കരുത്, ഇടം വല നോക്കല്ല്, വാളെടുത്ത് വെട്ടിക്കൊള്ളാം. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കുമല്ലോ ഒരു സൈഡിൽ നിന്ന് അരിഞ്ഞു. ഒരു 3000 പേരവിടെ പട്ടു വീണു. സ്വത്രം. തമ്പുരാൻ പറഞ്ഞു, മോശേ, എനിക്ക് വേണ്ടി എരിവ് കാണിച്ച ലേവിയെ എന്നെ ശുശ്രൂഷിക്കാനാക്കിക്കോളാൻ പറഞ്ഞു. ഒരല്ലേ പറയണം, ദൈവത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചവന്റെ പക്കൽ ശുശ്രൂഷ ഏൽപ്പിച്ചു. പക്ഷെ ഈ അപ്പൻ വീതം വെച്ചപ്പോൾ ഈ ലേവി പിള്ളേർക്ക് വീതമില്ല. അവന്റെ വീതം മുഴുവൻ യോസഫിന് കൊടുത്തു. ഇവന് വീതമില്ല, ശാപം കിട്ടിയല്ലേ. പ്രൈസലോ. ഇവൻ ഈ ശാപം പേറിക്കൊണ്ട് നടക്കുക. രൂപേന്റെ വീട്ടിൽ കല്യാണമുണ്ട്, ഇവനെ വിളിക്കത്തില്ല. ശിമയോന്റെ വീട്ടിൽ കല്യാണമുണ്ട്, ഇവനെ വിളിക്കത്തില്ല. യഹൂദയുടെ വീട്ടിൽ കയറി താമസമുണ്ട്, ഇവനെ വിളിക്കത്തില്ല. ഹലോ, മാറ്റി നിർത്തിയേക്ക. പക്ഷേ അവൻ തീഷ്ണത കാണിച്ചപ്പോൾ, ദൈവത്തിന് വേണ്ടി എരിവ് കാണിച്ചപ്പോൾ അവനെ ശുശ്രൂഷ ഏൽപ്പിച്ചു. അപ്പം മോശ ചോദിച്ച ഇവന്മാരുടെ ചെലവുകാരി എങ്ങനെ? ഇവർക്ക് ജീവിക്കണ്ടേ? യാക്കോബ് വസ്ത്രം കൊടുത്തില്ലല്ലോ. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവരുടെ അവകാശമാണ്, അവരുടെ വീതമല്ല ഞാനാ. അവരല്ലേ പറഞ്ഞു, ദൈവം നിന്റെ കൂടെ ഉണ്ട്, പിന്നെ ലോകത്ത് വേറെ എന്തോ വേണം. അപ്പൻ നിന്നെ കൈവിടട്ടെ, അമ്മ നിന്നെ കൈവിടട്ടെ, ഒരു സെന്റ് ഭൂമി തരാതിരിക്കട്ടെ, സ്വർഗം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന് ദോഷം വരാതെ നിന്നെ പാലിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. സ്വർഗം അവരുടെ പക്ഷത്തായി, ദൈവം അവരുടെ ഓഹരിയും അവരുടെ അവകാശമായി. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, യഹൂദ 10 വാഴ വെക്കണം, ശിമിയോൻ 10 വാഴ വെക്കണം, ദാൻ 10 വാഴ വെക്കണം, നഫ്താലി 10 വാഴ വെക്കണം, ബെന്യാമീൻ ഗോത്രം 10 വാഴ വെക്കണം. എല്ലാവരും 10 വാഴ വെച്ചാൽ അവിടെ വാഴക്കൃഷിയില്ല. ഞാൻ ഇവിടുത്തെ കാര്യം പറയാം. 9 വാഴക്കൊല അവനെടുത്തോണം, 1 വാഴക്കൊല ലേവിക്ക് കൊണ്ട് കൊടുക്കണം. അപ്പൊ എല്ലാ ഗോത്രത്തിലും 9 കൊല. ലേവിക്ക് എത്ര കൊലയുണ്ട്? പറ. 11 ഗോത്രം ഓരോ കൊല കൊടുത്താൽ എത്ര കൊലയുണ്ട്? അപ്പൊ കൃഷി ചെയ്ത രൂപേനാണോ നേട്ടം? ശുശ്രൂഷ ചെയ്ത ലേവിക്കാണോ നേട്ടം? 100 ആട് രൂപേനുണ്ടെങ്കിൽ 10 ആടിനെ കൊണ്ട് ആർക്ക് കൊടുക്കണം? ലേവിക്ക് കൊടുക്കണം. 12 ഗോത്രം കൊണ്ട് 30 കൊടുത്താൽ ലേവിക്ക് എത്ര ആടായി? 110. ഇവന് 90. മിണ്ടുന്നില്ല. അപ്പൊ ഈ നിയമമെല്ലാം കൂടെ എഴുതുക. ഈ പറഞ്ഞ നിയമമെല്ലാം കൂടെ എഴുതാൻ പോവാം. എഴുതുമ്പോൾ മോശ വെച്ചത് ആരുടെ പേര് എഴുതണം? യഹൂദയാണല്ലോ പിന്നെ നിൽക്കുന്നത്. അപ്പൊ യഹൂദ ആ പുസ്തകം ഒന്ന് എഴുതട്ടെ. കർത്താവ് പറഞ്ഞു, വേണ്ട, എഴുതുവാണെങ്കിൽ ലേവിയുടെ പേരിൽ എഴുതിയാൽ മതി. ലേവി ആ പുസ്തകം. നിങ്ങൾ മിണ്ടുന്നില്ല.
ആകെ ഒറ്റ ഗോത്രത്തിന്റെ പേരിലേ പുസ്തകമുള്ളൂ, ബാക്കി ആരുടെയും പേര് പുസ്തകം ഇല്ല. അപ്പൻ ശപിച്ചവന്റെ പേര് ഒരു പുസ്തകം എഴുതിയെന്ന്. ഇസ്രായേലിന്റെ ആരാധന നിയമം എഴുതിയേക്കുന്നത് ഇവന്റെ പേരില. ഒരു ഹല്ലേലൂയ പറയണം. നിന്നെ ആര് തള്ളിക്കളഞ്ഞോ, നിന്നെ ആര് പ്രാഗിയോ, അവന്റെ പേരിൽ ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. ശപിച്ചവന്റെ പേരിൽ. അപ്പം മോശയോട് ചാട്ടെ, നമ്മൾ ഈ 2.5 മുഴം നീളം 1.5 മുഴം വീതി 1.5 മുഴം ഉയരമുള്ള കതിരമരം കൊണ്ട് പണിത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് മുൻപിൽ മൊത്തം തങ്കം കൊണ്ട് അടുപ്പ് പണിയായി പണിത കൃപാസനം വെച്ചിരിക്കുന്ന തണ്ട് ചെലുത്തിയ കൃപാസനത്തിന്റെ പെട്ടകം ആരാ ചുമക്കേണ്ടിയത്? ദൈവം പറഞ്ഞു, അത് ലേവിയുടെ തോളത്ത് വെച്ചാൽ മതി. ഹലോ, ദൈവം വസിക്കുന്ന പെട്ടകം അവന്റെ തോളത്ത് വെച്ചാൽ മതി. ആട്ടി 12 ഗോത്രങ്ങളുടെ ഭാരം ആരാ വഹിക്കുന്നത്? അവന്റെ നെഞ്ചത്തോട്ട് ഒരു മാർപ്പതൊക്കെ ഉണ്ടാക്കി 12 ഗോത്രങ്ങളുടെ പേര് അവിടെ പതിച്ചോളാൻ പറഞ്ഞു. ഈ 12 ഗോത്രങ്ങളുടെ ഭാരം ഇവന്റെ നെഞ്ചത്താ വഹിക്കണ്ടേ. തോളത്ത് പെട്ടകവും നെഞ്ചത്ത് കുടുംബങ്ങളുടെ പേരും മനസ്സിലാകുന്നുണ്ടെന്ന് പകൽ തള്ളിക്കളഞ്ഞവനെ, അപ്പൻ ശപിച്ചവനെ ഒരു നിമിഷം ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചപ്പോൾ ഇന്ന് പോലെ ഏറ്റെടുത്താൽ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറുകയോ. അഭിഷേകമുള്ളവർ മൗനമായിരിക്കാതെ അല്പനിമിഷം കരമടിച്ച് കരവും ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. പഴയ നിയമത്തിൽ ആർക്കു മാത്രമേ ഉള്ളൂ ശുശ്രൂഷ? പുതിയ നിയമത്തിൽ അങ്ങനല്ല. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരായ, വാക്കി പറ, തന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത രാജകീയ, ഇന്ന് രാവിലെ ആലയത്തിൽ വന്നിരിക്കുന്ന ഉപദേശിയും പിള്ളേരും കൂടല്ല, രാജകീയ പുരോഹിത വർഗമാ ഇവിടെ കൈയടിച്ചോണ്ടിരിക്കുന്നത്, ഇവിടെ സ്തുതിച്ചോണ്ടിരിക്കുന്നത്, ഇവിടെ ആരാധിച്ചോണ്ടിരിക്കുന്നത്, വചനം കേട്ടോണ്ടിരിക്കുന്നത് സാധാരണക്കാരനല്ല, രാജകീയ പുരോഹിത വർഗമാ. അതരം തുറന്ന് കരമടിച്ച് ഇന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. പ്രാഗൽഭ്യത്തോടെ നിന്നോണം, നീ രാജകീയ പുരോഹിത വർഗമാ. എന്തിനാ ദൈവം വിളിച്ചേ? എന്നെ ശുശ്രൂഷിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ശുശ്രൂഷിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയിൽ കുഴഞ്ഞു. മാർത്ത ശുശ്രൂഷയ്ക്കിടയ്ക്ക് പലതും ഓർത്തു. കൊച്ചിൻ്റെ കാര്യം എങ്ങനെ, വീടിൻ്റെ പണി എങ്ങനെ, പരീക്ഷയുടെ കാര്യം എങ്ങനെ, ദശാംശത്തിൻ്റെ കാര്യം എങ്ങനെ എന്നെല്ലാം പറഞ്ഞ് പലത് ചിന്തിച്ചു. ആകെ കുഴഞ്ഞു. ഇപ്പം പുള്ളി നാക്കെടുത്ത പരാതിയേ ഉള്ളൂ. ഞാൻ തന്നെ കിടന്ന് കഷ്ടപ്പെടുക, ഞാൻ മീൻ വെട്ടിയത്, ഞാൻ ഇറച്ചിക്കറി വെച്ചത്, ഞാൻ തന്നെ ചോറ് വെച്ചത്, ഞാൻ തന്നെ വിളമ്പുന്നത്, ഇവളൊന്നും സഹായിക്കാൻ പറഞ്ഞ് വീട്ടിൽ പരാതിയായി. കുഴഞ്ഞാൽ മൊത്തം പരാതിയാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പലതിനെ ചൊല്ലി, അതുകൊണ്ടല്ലേ സ്വോത്രം പറയാതിരിക്കുന്നേ. സ്വോത്രം പറയുമെങ്കിൽ വായില്ലാണ്ട് നാക്കില്ലാണ്ടല്ലേ, പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുകയല്ലേ. ഇന്ന് രാവിലെ പലതിനെ ചൊല്ലി വിചാരപ്പെടാല്ല, ഹോളി വന്നത് ദൈവത്തെ സ്തുതിക്കാനായിട്ടാ. അല്ലെ നീ ഇങ്ങനെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുക. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ഇന്ന് രാവിലെ നല്ല അംശം തിരഞ്ഞെടുത്തവരെല്ലാം ദൈവത്തെ പരമാർത്ഥതയോടെ സ്തുതിക്കണം. ഞാൻ വിവരിക്കുന്നില്ല. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്താണ് പുതിയ നിയമസഭയുടെ യാഗം? സഭയെ ദൈവം കൂട്ടി വരുത്തിയത് ആത്മീക യാഗം കഴിക്കാനാ. ഇവിടെ രാവിലെ യാഗം നടന്നുകൊണ്ടിരിക്കുക. യാഗപീഠത്തിൽ നിന്ന് തീ രാവിലെ ഉയരണം, അതിനകത്തുനിന്ന് പുക ഉയരണം. സ്വർഗമാ സൗരഭ്യം ആസ്വദിക്കണം. ആസ്വദിക്കുമ്പോൾ സ്വർഗം ഇങ്ങോട്ട് അനുഗ്രഹങ്ങൾ പകരണം. ഇന്ന് രാവിലെ യാഗപീഠത്തിന്റെ കനൽക്കട്ടയിൽ നിന്ന് പൊങ്ങി ഉയരുന്ന ആ ധൂപത്തിൽ നിന്ന് ദൈവത്തിന്റെ ധൂപം കൂടെ ചേർത്തിട്ട് ഒരു മറുപടിയായി, വിടുതലായി, സൗഖ്യമായി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുവാൻ. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാതെ എനിക്കറിയത്തില്ല. ഇതുപോലെ ആത്മാവ് പ്രവചിച്ചു പറയുകയാ, നിന്റെ കൂടാരത്തിനകത്ത് യാഗത്തിന്റെ സൗരഭ്യം ഉയരണം. വായിച്ചേ, ചത്തകല്ലുകളായി വിളിച്ചിട്ട്. അങ്ങനെയാണോ? അല്ല. ഏത് കല്ല? ജീവനുള്ള കല്ലായി യേശു ക്രിസ്തുവാകുന്ന ജീവനുള്ളവന്റെ അടുക്ക വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി എന്ന പോലെ
യാഗം ആർക്ക് പ്രസാദപ്പെടണം? ഇന്ന് രാവിലെ വന്നിട്ട് യാഗം ദൈവത്തിന് പ്രസാദപ്പെടുന്നുണ്ടല്ലോ. നിന്റെ യാഗത്തെ അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ യാഗത്തെ അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നിന്റെ യാഗത്തിൽ ദൈവപ്രസാദം ഉണ്ടാകണം. ആത്മീക യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുക രാവിലെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ ആ യാഗത്തിൽ ആര് പ്രസാദിക്കണം? ദൈവം പ്രസാദിക്കണം. പുറപ്പാട് 8:25. ആ 28. ആ 10:11. വായിച്ചേ, ഉറക്കൊന്ന് വായിച്ചേ. 10:11 വായിക്കുന്നത്. 10:24. ശ്രദ്ധിച്ചേ, പറവോൻ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പോവാ. ദൈവം 6 പ്രാവശ്യം പറഞ്ഞ് ആരാധിക്കാൻ. എന്നാൽ ഇവൻ്റെ ഹൃദയം കഠിനപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ മാറി. 10 ബാധകൾ ദൈവം അയച്ചു. ഓരോ ബാധ വരുമ്പോൾ ഇവന് ചെറിയൊരു മാനസാന്തരം പെട്ടെന്ന് ഉണ്ടാകും. അപ്പോൾ ഉടനെ ഇവൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ദേശത്തങ്ങ് ആരാധിച്ചു. നിങ്ങൾക്ക് ആരാധിച്ചാൽ പോരെ. ഇവിടെ ശ്രദ്ധിച്ചേ, അതിന് ഞങ്ങളാരും എതിരല്ലോ. തമ്പർ കൊട്ടണോ? ഡ്രം സെറ്റ് വായിക്കണോ? പൂതവിളക്ക് കുലുക്കണോ? ജിഞ്ചില് അടിച്ച് ആരാധിക്കണോ? ഇനി ഓർഗൻ കൂടെ വെച്ചോ? നിങ്ങൾ ഇവിടെ ആരാധിച്ചോ? മോശ പറഞ്ഞു, ആരാധന നീ പറഞ്ഞിടത്തല്ല. ഞങ്ങളുടെ ദൈവം വിശുദ്ധനായതുകൊണ്ട് 3 ദിവസത്തെ വഴിദൂരം പോയാണ്. അപ്പോൾ രണ്ടാമത് മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ആരാധിക്കാൻ പോക്കോ, ദൂരെ എങ്ങും പോകരുത്. വെള്ളിയാഴ്ചയൊക്കെ വേണമെങ്കിൽ അവരുടെ കൂട്ടായ്മയ്ക്ക്, പക്ഷെ ഞായറാഴ്ച ഇഞ്ഞ് വരണം. പിന്നെ അവർ പറഞ്ഞാൽ ഉടനെ പോയി മുങ്ങുകയും സ്നാനപ്പെടുകയൊന്നും ചെയ്യണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി, ഒത്തിരി ദൂരം പോകരുത്. മൂന്നാമത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പുരുഷന്മാരെല്ലാം കൂടെ പോയി അങ്ങ് ആരാധിച്ചു, സ്ത്രീകളും കുഞ്ഞുങ്ങളും വീട്ടിൽ നിൽക്കട്ടെ. സ്തോത്രം. അങ്ങനെ പുരുഷന്മാർ പോയ ആരാധന വരുമോ? സഹോദരിമാരോട് വന്നിട്ട് ഇവിടെ ആരാധന വരുന്നില്ല. അപ്പോൾ പുരുഷന്മാർ തന്നെ വന്നാൽ കൊച്ചു കിണറ്റി വീണോ, ഭാര്യ കറണ്ട് തൊട്ടോ, സമാനത്തിരിക്കാനോ പോകും. പരമം പറയാണ്, സഹോദരിമാരും പിള്ളേരും നിൽക്കട്ടെ, നിങ്ങൾ തന്നെ പോയി ആരാധിച്ചു. നാലാമത് പറഞ്ഞു, ഓക്കെ, സഹോദരിമാരെയും പിള്ളേരെയും കൊണ്ടുവെക്കും. ആടുമാടുകൾ പിന്നെ എന്നത്തെ കൊണ്ടാണ് യാഗം കഴിക്കണേ? എന്തോ വേണം? യാഗവസ്തു ഇല്ലാതെ പൊക്കോളാൻ പറഞ്ഞു. പ്രൈസലോ. വെറും കൈയോടെ വന്നിട്ട് വെറും കൈയോടെ പോകുന്നവർ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അവരൊരിക്കലും ദൈവത്തിന് വേണ്ടി ഒന്നും കൊടുക്കത്തില്ല, ദൈവത്തിന് ഒന്നും ചെയ്യത്തുമില്ല. അവർ ഫ്രീ ആയിട്ട് വരുന്നു, ഫ്രീ ആയിട്ട് പോകുന്നു, എല്ലാം ഫ്രീയാ. പ്രൈസലോ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഈ വ്യവസ്ഥകളെല്ലാം പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്നെങ്കിൽ ആരാധന കാര്യത്തിൽ ആരുമായിട്ടും ഒരു കോംപ്രമൈസിങ് ഇല്ല. അല്ലെങ്കിൽ പറയണം, ആരാധിക്കുന്ന വിഷയത്തിൽ പറവോനെ നീയുമായിട്ട് ഒരു കോംപ്രമൈസിങ്ങും ഇല്ല. ആരാധിക്കുന്നെങ്കിൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി ദൂരം പോകും. ആരാധിക്കുന്നെങ്കിൽ ഭാര്യമാരെയും പിള്ളേരെയും കൊണ്ടുപോകും. ആരാധിക്കുന്നെങ്കിൽ മൃഗങ്ങളെ ഒരു കുളമ്പ് പോലും ഇവിടെ ശേഷിക്കത്തില്ല. ഇന്ന് പകൽക്കാലം എത്ര പേര് തീരുമാനമെടുക്കും? ആരാധിക്കുന്നത് പറവോൻ്റെ ഇഷ്ടത്തിനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആരാധിക്കണം. സന്തോഷമുണ്ട്, നല്ലപോലെ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ച്. മിസ്രയീം വിട്ടാൽ ദൈവം ഒരു കാര്യം മറച്ചു വെച്ച് തെറ്റിദ്ധരിക്കല്ലേ. ഇതിലവിടെ നാളെ ഞാൻ ദുരുപദേശം പറഞ്ഞ് ഇട്ട് വിഷയമൊന്നും ഉണ്ടാക്കല്ലേ. ഞാൻ പ്രാർത്ഥിച്ചിടുന്ന ദൂതായി പറയാൻ, ഈ മരുഭൂമി കൂടെ പോയാൽ എന്തെല്ലാം നന്മ കിട്ടുമെന്ന് ഇവരോട് പറഞ്ഞില്ല. പാലും തേനും ദേശം തരാമെന്ന് പറഞ്ഞല്ലാതെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് മരുഭൂമി ഉണ്ടെന്ന് ഇവരോട് എന്ത് ചെയ്തില്ല, ചെങ്കടലുണ്ടെന്ന് എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. മാറി കൈപ്പണമെന്ന് എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. ഹലോ. അഗ്നിസർപ്പം കടിക്കാൻ വരുന്ന കാര്യം പറഞ്ഞില്ല, പാറയിൽ നിന്ന് വെള്ളം തരുന്ന കാര്യം. അപ്പോൾ ഇതെല്ലാം ദൈവം മറച്ചു വെച്ചു. നിങ്ങൾക്ക് പോകുമ്പോൾ മന്നയും കാടയും ഒക്കെ തരാമെന്നുള്ള കാര്യം എന്തില്ല, പറഞ്ഞില്ല.
കഷ്ടതയുടെ കാര്യവും പറഞ്ഞില്ല, നന്മ കിട്ടുന്ന കാര്യവും ഒറ്റ കാര്യം പറഞ്ഞു. അവിടെ വന്നാൽ എന്തോ കിട്ടും? പാലും തേനും ഒഴുകുന്ന അതുവരെ നിങ്ങൾ ആരാധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഈ ചെങ്കടലിൽ കൂടെ കടക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് വേറെ വഴി അറിയാം. കനാനിൽ നിന്നല്ലേ ഇവരിഞ്ഞോട്ട് വന്നേ? കനാനിൽ ഇപ്പം നല്ല വഴി അറിയാവുന്നവരുണ്ട്. ഇതുണ്ടെന്ന് പറഞ്ഞ് ഇവന്മാർ അതിലേ പോയേനെ. പക്ഷെ ഇവനെല്ലാം മുക്കിപ്പൊക്കണ്ടേ, പറവനെയും കൂടെ നശിപ്പിക്കണ്ടേ? ഇതെല്ലാം ചെയ്യാൻ കനാൻ ചെങ്കടലിൽ കൂടെ പോയേ ഒക്കത്തുള്ളൂ. അപ്പം ദൈവം ഒരുക്കിയ വഴി ഇവരോട് പറഞ്ഞില്ല. ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ. ഒരല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ചെങ്കടൽ വന്നോട്ട് ഞാൻ വിഭജിച്ചിരിക്കും, മാറ വരട്ട് ഞാൻ മധുരമാക്കിയിരിക്കും, പാറ വെളിപ്പെട്ട് ഞാൻ വെള്ളം തന്നിരിക്കും, വിശക്കട്ടെ ഞാൻ മഞ്ഞ തന്നിരിക്കും, ഓ നീ ഇറച്ചിക്ക് കൊതിച്ചാൽ കാടെ തന്നിരിക്കും. ഞാനുണ്ടോ? സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടോ? സ്വത്രം പറയാൻ മടിക്കല്ലേ. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ വഴിയിൽ സംഭവിക്കുന്ന ഏത് വിഷയത്തിനും മറുപടി തരാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അപ്പൊ നമുക്കിന്ന് പകൽക്കാലം ചെങ്കടലിൽ പാത ഒരുക്കുന്നവൻ എൻ്റെ കൂടെ ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആഴിയിൽ വഴിയൊരുക്കുന്നവൻ കയ്പ് പരട്ടുന്നേ, കരയ്ക്ക് മധുരിക്കുന്ന കമ്പ് ഒരുക്കിയിട്ട കയ്പിട്ടേക്കുന്നു. വെള്ളം വറ്റട്ട്, പാറയ്ക്കകത്ത് സംഭരിച്ചു വെച്ച നന്മയുണ്ട്. നീ ഒന്ന് കൽപ്പിച്ച വെള്ളം ചാടി പുറപ്പെടും. ഒരു സ്വത്രം പറയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ വിവരിക്കുന്നില്ല. ഫറവോന്റെ ഹൃദയം എന്ത് ചെയ്തു? കഠിനപ്പെട്ടു. അവനപ്പം ജനത്തിൻ്റെ ജീവിതത്തെ കയ്പാക്കി. കഠിനവേല അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതവിടെ നിൽക്കട്ടെ. ശൗലിൻ്റെ കാര്യം 1 ദിനവൃത്താന്തം 10:13. എന്തിനാണ് ശൗല് മരിക്കേണ്ടി വന്നത്? 3 കാര്യങ്ങൾ. ഒന്ന് വായിച്ചേ. ഒന്ന്, യഹോവയുടെ വചനം പ്രമാണിച്ചില്ല. 2, ലേവ്യ പുസ്തകം 20:6. ലേവ്യ പുസ്തകം 20:6. ശൗല് മരിക്കാൻ കാരണം മന്ത്രവാദികളുടെയും വെളിച്ചപ്പാടത്തികളുടെയും പിന്നാലെ പോകുന്നവനെ നേരെ ഞാൻ ദൃഷ്ടി വെക്കും. ആരും കണ്ടില്ലെന്നൊക്കെ നമുക്കൊരു ധാരണ കാണാം. എല്ലായിടത്തും CCTV ഇല്ലല്ലോ, CC ക്യാമറയും ഇല്ലല്ലോ. അതിനൊക്കെ പരിമിതിയുണ്ട്. CC ക്യാമറ ഇല്ലെങ്കിലും അവൻ്റെ ദൃഷ്ടി. എല്ലാവരും ഇവിടെയാണോ? നീ ആരെയും തപ്പിപ്പിടിക്കാൻ പോകണ്ട. അവൻ്റെ ദൃഷ്ടി ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാത്തവൻ്റെ മേലുണ്ട്. അവൻ്റെ ദൃഷ്ടി വെളിച്ചപ്പാടത്തിയുടെ മന്ത്രവാദിയുടെ അടുക്ക പോകുന്നവൻ്റെ മേലുണ്ട്. കൃപയിൽ വന്ന നീ വെളിച്ചപ്പാടിനോട് ആലോചന ചോദിക്കല്ലേ. നിങ്ങളുടെ മുഖമെല്ലാം വളിച്ചല്ലോ. എടാ, ഇഷ്ടപ്പെട്ടവൻ പാപം ചെയ്താലും ഇഷ്ടപ്പെടാത്തവൻ പാപം ചെയ്താലും പാപം പാപമാണ്. ഇഷ്ടപ്പെട്ടവൻ ചെയ്യുമ്പോൾ നീ സൈഡ് ചെയ്യുകയും ഇഷ്ടപ്പെടാത്തവൻ ചെയ്യുമ്പോൾ നീ എതിർക്കുകയും ചെയ്യല്ലേ. പാപം പാപമാ. ഇന്ന് പകൽക്കാലം ശൗലായാലും എല്ലാവരെക്കാൾ തോളപ്പതിന് പൊക്കമുള്ളവനായാലും വെളിച്ചപ്പാടത്തെ തേടിപ്പോയാൽ ദൃഷ്ടി വെച്ചിട്ട് നീ പിന്നത്തേത് കണക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ശൗല് മരിക്കേണ്ടി വന്നത്? ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. ഇങ്ങനെ ശൗല് യഹോവയോട് ചെയ്ത അതിക്രമങ്ങൾ നിമിത്തം യഹോവയുടെ വചനം പ്രമാണിക്കായികയാൽ ശൗമേല് പറഞ്ഞായിരുന്നു, മോനെ യാഗമുണ്ട്, ഞാൻ വരും, ഞാൻ വരുന്നവരെ നീ എന്ത് ചെയ്യണം? കാത്തു നിൽക്കണം. പുള്ളിക്ക് ഈ കാത്തു നിൽക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ട്. പുള്ളി ശൗമേല് വരാൻ 10 മിനിറ്റ് ലേറ്റ് ആകുമെന്ന് കണ്ടപ്പോൾ കയറി ഒരു ശുശ്രൂഷ അങ്ങ് ചെയ്തു. ആര് പറഞ്ഞ? എല്ലാവരും. നിങ്ങൾ ക്ഷീണിച്ചോ?
ഞാൻ ഇന്ന് രാത്രി ഇനി അടുത്തൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോകും. നാളെ രാത്രി പിന്നെയും പ്രസംഗിക്കണം. നാളെ 4 മെസ്സേജ് നാളെ കഴിഞ്ഞു. എനിക്കൊരു ക്ഷീണമില്ല. നിങ്ങൾ കേട്ട് ക്ഷീണിച്ചോ? ഈ ദൂത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? ഈ വചനം നമ്മൾ ഇടപെടുന്നുണ്ടോ? ഒരു നല്ല അല്ലെ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനെ ഈ ശൗമേൽ വരുന്ന വരെ ഒന്നും വെയിറ്റ് ചെയ്തില്ല. ഇപ്പം ശൗമേൽ വന്നപ്പോൾ യാഗം എല്ലാം കഴിയും. എന്നാൽ ശൗമേൽ പറഞ്ഞു, കുഞ്ഞേ, യാഗത്തിലൊന്നും നല്ല കാര്യം, അനുസരിക്കുന്നതാണ് യാഗത്തേക്കാൾ. വചനം പറയുമ്പോൾ നീ മൊബൈലിൽ മാന്തിക്കൊണ്ടിരിക്കുക, ശ്രദ്ധിക്കുന്നതാണ്. നീ കൊച്ചിനെയും കളിപ്പിച്ച് മൊബൈലും മാന്തി അടുത്തിന് കളി ചെവിയും കടിച്ചു പറിച്ച് അതുവിധം പറഞ്ഞിരുന്ന് ശ്രദ്ധിക്കാതിരിക്കല്ലേ. വചനം പറയുമ്പോൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നത് ദൈവത്തിന് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടി പ്രയോജനമാ. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ ചിന്തിക്കുക, ഇയാൾ എത്ര വർഷമായി, 25 വർഷമായി കിടന്ന് അലറുവല്ലേ, ഇതൊക്കെ ആര് കേൾക്കുന്നു? കേൾക്കണ്ട. പക്ഷെ ഇന്ന് പകൽ നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ നീ കണക്ക് പറയേണ്ടി വരും. 2 കാര്യങ്ങൾ. ഒന്ന് വായിച്ച ഒന്നുകൂടെ ആ വാക്യം. ശൗല് മരിക്കേണ്ടി വന്നു. ശൗല് മരിക്കേണ്ടി വന്നു. മരിച്ചതല്ല, മരിക്കേണ്ടി വന്നതാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് എവിടെ ആരാധിച്ചാലും ഭിത്തിയോട് ചേർത്ത് വെച്ച് കുത്തുന്ന കുന്തം ഇവൻ്റെ ഉണ്ടായിരുന്നു. ആ കുന്തം തന്നെ ഇവൻ്റെ നാശത്തിന് കാരണമായി. ഇവൻ്റെ കയ്യിലെ അഭിഷേകം നഷ്ടപ്പെട്ട പരിച, അഭിഷേകം നഷ്ടപ്പെട്ട വാള്, കുന്തത്തെ വീണ് കിടക്കുന്ന കണ്ടിട്ട് അമാലിയക്കർ വന്നിട്ട് ആ വാള് കൊണ്ട് വെട്ടി അമാലിയക്കരെ നിർമൂലം നശിപ്പിക്കാൻ ആരോട് പറഞ്ഞതാ? ശൗലിനോട് ദൈവം പറഞ്ഞ. അവൻ പക്ഷേ എല്ലാവരും നശിപ്പിച്ചില്ല. നശിപ്പിക്കാഞ്ഞത് കൊണ്ട്, ഹലോ, എന്തിനെ നശിപ്പിക്കാതെ വെച്ചോ അതവൻ്റെ ഘാതകനായി മാറി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. ഞാൻ പ്രസംഗം നിർത്താൻ പോവാ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ, ബാക്കി പറഞ്ഞേ, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. ഞാൻ ഈ രാവിലെ പറഞ്ഞ മെസ്സേജിന്റെ മുഴുവൻ ആകെ പൊരുള് ഇതുകൊണ്ട് എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. സ്നേഹിത, മാനസാന്തരപ്പെട്ടോണം. സഹോദരി, മാനസാന്തരപ്പെട്ടോണം. സഹോദര, മാനസാന്തരപ്പെട്ടോണം. പിതാവേ, മാതാവേ, മാനസാന്തരപ്പെട്ടോണം. ദൈവത്തിന്റെ കരമാർക്കും ഭാരമാകാതിരിപ്പാൻ ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെട്ടോണം. സന്തോഷമുണ്ടെങ്കിൽ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടുക. ഓ ഹല്ലേലൂയ. ഈ ക്രൂശിൽ കിടന്ന കള്ളനെ 3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ദുഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. സമശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത നമ്മളും തെറ്റ് ചെയ്യാത്തവൻ ഒരു ശിക്ഷ. ഹലോ, തെറ്റ് ചെയ്ത നമ്മൾ രണ്ടും തെറ്റ് ചെയ്യാത്ത ഇവന് ഒരു ശിക്ഷ. സമശിക്ഷാവിധിയിലായിട്ടും നീ ഇപ്പോഴും മാനസാന്തരപ്പെടുന്നില്ലേ? 2, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്തോ നിശ്ചയമാണ്. ക്രൂശിൽ കിടക്കുന്ന ദുഷ്പ്രവൃത്തിക്കാരൻ പറയാണ്, നമ്മൾ കൊലപാതകം ചെയ്തു, മോഷ്ടിച്ചു, വ്യഭിചാരം ചെയ്തു, എല്ലാം ചെയ്തു, പക്ഷെ ഇവന് അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. 3, ഒരൊറ്റ പ്രാർത്ഥന, എന്നെ കൂടെ ഒന്ന് ഓർത്തോണം. വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ അവൻ അറിയത്തില്ല. അവനെ ആകെ അറിയാവുന്നത് നമ്മളാണെ പ്രാർത്ഥിച്ചേനേയും ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പിടിച്ചുപറിക്കാർ, മോഷണക്കാർ, വ്യഭിചാരികളായ യുവമാരെ പോലെ അല്ലാതെ ഞാൻ ആഴ്ചയിൽ 3 ദിവസം ഉപവസിക്കുന്നു, എല്ലാത്തിനും പ്രസാരം കൊടുക്കുന്നു, കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ഹലോ, ഇവനെ പോലെ അല്ല അഴികയാൽ ഞാൻ ദൈവത്തെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശബ്ദത്തിൽ അലറിക്കൂവി പ്രാർത്ഥിച്ച് 2 വെടിക്കെട്ട് അന്യഭാഷയൊക്കെ പറഞ്ഞപ്പോൾ മെറ്റം ദൂരത്തോട്ട് മാറി ചങ്കത്തൊരടിയടിച്ചു. ദൈവമേ, പാപിയായ എന്നോട്
ഇന്ന് രാവിലെ അതാ സ്വർഗം ആഗ്രഹിക്കുന്നത്. നിന്റെ വലിയ വാ കൊണ്ടുള്ള വിശുദ്ധിയല്ല, നിന്റെ പാപമൊന്ന് ഏറ്റു പറഞ്ഞിട്ട് പാപിയായ എന്നോട് ഇന്ന് പകൽക്കാലം മനസ്സലിയണമേ. സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആ മനുഷ്യൻ യേശു പറഞ്ഞു, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിൽ പോയി. ആര്? ചങ്കത്തടിച്ചു കരഞ്ഞവൻ, ക്രൂശിൽ കിടന്നവൻ. പ്രാസമൊന്നും പറഞ്ഞില്ല, എന്നെ കൂടെ ഒന്ന് ഓർത്തോണം കേട്ടോ. കർത്താവ് പറഞ്ഞു, ഇന്ന് 3 വാക്കിന്റെ മുമ്പിൽ അവന്റെ മൊത്തം പാപം ക്ഷമിച്ചു കൊടുത്തു. ഞാൻ ദൈവം ഇന്ന് പകൽക്കാലം ഒത്തിരി വാചകമൊന്നും വേണ്ടെന്നേ, നീ ഒന്ന് സമർപ്പിക്കാമെങ്കിൽ ഇന്ന് പകൽ ആ ക്ഷമിക്കപ്പെടാത്ത പാപമില്ല. എത്ര പേര് രാവിലെ ഒന്ന് സമർപ്പിക്കും? കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ ശൗല് ചെയ്തതിനെക്കാട്ടി വലിയ പാപം ചെയ്താണ് ദാവീദ്, അല്ലേ? അവനൊരു അനുസരണക്കേടൊക്കെ കാണിച്ചു, ദാവീദിനെ കൊല്ലാൻ നടന്ന് കൊന്നൊന്നുമില്ലല്ലോ. പക്ഷെ ദാവീദ് കൊലപാതകം ചെയ്തു, ദാവീദ് പരസ്യമായി വ്യഭിചാരം ചെയ്തു, മറ്റൊരുത്തൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായിട്ടെടുത്തു. എന്തെല്ലാം പ്രശ്നങ്ങളാ! പക്ഷേ തൻ്റെ പാപത്തിൻ്റെ കുറ്റം മറച്ചു വെച്ചില്ല. അവൻ ആ കുറ്റം ദൈവത്തോട് ഏറ്റുപറഞ്ഞു. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദാവീദ് ഏറ്റുപറഞ്ഞു, ദൈവം ക്ഷമിച്ചു. ഇപ്പം ദൈവം പറയാണ്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാ, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാ. ഞാൻ ഈ ഭൂമി വരുന്നുണ്ട്, എനിക്കൊരു PO വേണം, എനിക്കൊരു കെയർ ഓഫ് വേണം. എൻ്റെ ആധാർ കാർഡിനകത്ത് എഴുതുമ്പോൾ ആരുടെ സന്തതി എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ദാവീദിൻ്റെ സന്തതി. ഒരല്ലേ പറഞ്ഞേ, ഇന്ന് പകൽക്കാലം അലി ഏറ്റുപറഞ്ഞവൻ്റെ സന്തതി എന്ന് പേരെടുക്കാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ നിന്നെ മകനായി മകളായി കണ്ടിട്ട് നിന്നെ കഴുകി ശുദ്ധീകരിച്ച് ഇന്ന് പകൽ പുതിയൊരു അഭിഷേകം തരാൻ യേശു മതിയായവനാ. വിശ്വസിക്കുന്നവർ മാത്രം ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ചേ. ഇന്ന് പകൽ എൻ്റെ പാപത്തിന്റെ കുറ്റം എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപം നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഓ, ശക്തമായി ദൈവത്തിന്റെ ഇടപെടല്. ശൗലിനെ പോലെ അല്ല പാപം ഏറ്റുപറയേണ്ടത്. ഓ, ഫറവോനെ പോലെ അല്ല പാപം ഏറ്റുപറയേണ്ടത്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യൂദയെ പോലെ അല്ല പാപം ഏറ്റുപറയേണ്ടത്. ദാവീദിനെ പോലെ, ദാവീദിനെ പോലെ. എല്ലാവരും കണ്ണുകൾ അടയട്ടെ, പുസ്തകങ്ങൾ മടക്കാം, ഒരു നിമിഷം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. അസാധാരണമായ ഒരു ദൂത് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആഴത്തിൽ ഇടപെട്ടിരിക്കുകയാ. ഏറ്റെടുക്കുന്നവരെല്ലാം ഒരു നിമിഷം നന്നായി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ജയം ജയം ജയം. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. കരമടിച്ച് യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 അതിശ്രേഷ്ഠനാവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 അതിശ്രേഷ്ഠനാവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും പാട്ടുമെൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും പാട്ടുമെൻ യേശുവിൻ നാമം. ആനന്ദം. ഓ, നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി വഴിനാട്. എല്ലാ കരമടിച്ച് ചേർന്ന് പാടാം. നല്ലിടയനായ യേശുനാഥൻ എന്നെ അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ ഭൂജബലം തന്നെ എന്നെ നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ ഒരുമിച്ച് പാടി ശക്തിയോടെ തന്നെ എന്നെ നടത്തും. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും പാട്ടുമെൻ യേശുവിൻ നാമം. എനിക്കെത്ര
യേശുവെത്ര വല്ലഭൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിൻ ഏകനാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ആമേ, ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. സല്ലിടയനായ യേശുനാഥൻ നമ്മെ നിരന്തരമായി വഴി നടത്തിടുന്നു. നല്ലിടയനായ യേശുനാഥൻ നമ്മെ നിരന്തരമായി വഴി നടത്തിടുന്നു. അവനെന്നെ ശാസിക്കും,